നടൻ വിജയകുമാർ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ താരമാണ്. ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്നു വിജയകുമാർ. സഹനടനായും വില്ലനായും എല്ലാം വിജയകുമാർ തിളങ്ങിയിട്ടുണ്ട്. നായകന്റെ കൂടെ നിന്നിട്ട് അവസാന നിമിഷം കാലുവാരുന്ന നിരവധി കഥാപാത്രങ്ങളിൽ വിജയകുമാർ അഭിനയിച്ചിട്ടുണ്ട്. ആ വേഷങ്ങളുടെ പേരിൽ ഇന്നും വിജയകുമാർ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളിൽ നിറയാറുണ്ട്. കൂടുതലായും സൂപ്പർ താര ചിത്രങ്ങളിലാണ് പ്രധാന വേഷങ്ങളിൽ വിജയകുമാർ അഭിനയിച്ചിട്ടുള്ളത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങിയവരുടെ സിനിമകളിലെല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു ഒരു കാലത്ത് വിജയകുമാർ. കരിയറിന്റെ തുടക്കത്തിൽ തലസ്ഥാനം, ഉപ്പുകണ്ടം പ്രദേശ് പോലെയുള്ള സിനിമകളാണ് വിജയകുമാറിന് ശ്രദ്ധ നേടിക്കൊടുത്തത്. പിന്നീട് ലേലം, പത്രം, നരസിംഹം, വല്യേട്ടൻ എന്നീ ശ്രദ്ധേയ ചിത്രങ്ങളിലും വിജയകുമാർ അഭിനയിച്ചു. പഴയതുപോലെ അത്ര സജീവമല്ല എങ്കിലും ഇന്നും മലയാള സിനിമയുടെ ഭാഗം തന്നെയാണ് വിജയകുമാർ. കരിയറിൽ കൂടുതലും വില്ലൻ വേഷങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളതെങ്കിലും ഏതാനും സിനിമകളിൽ കോമഡി വേഷങ്ങളിലും വിജയകുമാർ എത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് കെ ഹരിദാസ് സംവിധാനം ചെയ്ത 1995 പുറത്തിറങ്ങിയ കൊക്കരക്കോ. ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ. എന്നാൽ ആ സിനിമയിലേക്ക് തന്നെ വിളിച്ച ശേഷം പലരും തനിക്ക് പാര പണിതിട്ടുണ്ട് എന്ന് പറയുകയാണിപ്പോൾ വിജയകുമാർ. അടുത്തിടെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിജയകുമാർ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ദിലീപും താനും ഒക്കെ ചേർന്ന് അഭിനയിച്ച സിനിമയാണ് കൊക്കരക്കോ. താൻ ചെയ്ത വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു അത്. ആ സിനിമയുടെ സമയത്ത് തനിക്ക് ഒരുപാട് പാരകൾ വന്നു. ഈ സീൻ ഭയങ്കര കൂവലായിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് അങ്ങനെ പറഞ്ഞ ചില കക്ഷികളൊക്കെ ഇന്ന് കുമ്പസാരം നടത്തുന്നുണ്ട് എന്നും വിജയകുമാർ പറയുന്നു. താൻ ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അന്ന് അസോസിയേറ്റ് ആയിരുന്നു, പിന്നീട് സംവിധായകനൊക്കെ ആയവരുണ്ട് എന്നും അന്ന് ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നുവെന്നും വിജയകുമാർ പറഞ്ഞു. പിന്നീട് കോമഡി സിനിമകൾ ഒന്നും അങ്ങനെ തനിക്ക് ലഭിച്ചിട്ടില്ല. താൻ ജോഷി സാറിന്റെയും ഷാജി കൈല സാറിന്റെയും ഒക്കെ സിനിമകൾ ചെയ്തതുകൊണ്ടാകും അങ്ങനെ തന്നെ ലേബൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ആക്ഷൻ അല്ലാത്തതായി വരുന്ന സിനിമകളൊന്നും താൻ വിടാറില്ലായിരുന്നുവെന്നും വിജയകുമാർ പറയുന്നുണ്ട്. സംഭവിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയാലും സംഭവിക്കും. അതിന് ആര് തടയിടാൻ ശ്രമിച്ചാലും നടക്കില്ല എന്നും വിജയകുമാർ കൂട്ടിച്ചേർത്തു. 1995 ഇറങ്ങിയ സിനിമയാണ് കൊക്കരക്കോ. ദിലീപ്, വിജയകുമാർ, സുധീഷ്, മാള അരവിന്ദൻ, ഇന്ദ്രൻസ്, പ്രേംകുമാർ, കുതിരവട്ടം പപ്പു, രാജൻ ബിദേവ് തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. കോമഡി പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രത്തിന് മികച്ച സ്വീകാര്യതയായിരുന്നു പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചത്. അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വിഷയമായിരുന്നു യുവനടി അർദ്ധന ബിനുവിന്റെ വീട്ടിൽ പിതാവും നടനുമായ വിജയകുമാർ അതിക്രമിച്ചു കയറി നടിക്കും കുടുംബത്തിനുമെതിരെ വധഭീഷണി മുഴക്കി എന്നത്. അർദ്ധന തന്നെയായിരുന്നു അപേക്ഷ രൂപേണ പിതാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി വിവരങ്ങൾ വീഡിയോയാക്കി പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വളരെ നാളുകളായി വിജയകുമാറുമായി ചേർച്ചയിലല്ല അർദ്ധനയും കുടുംബവും. നിരവധി കേസുകൾ ഇതിന്റെ പേരിൽ നിലനിൽക്കുന്നുമുണ്ട്. താൻ സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തിയില്ല എങ്കിൽ തന്നെ നശിപ്പിച്ചു കളയുമെന്നായിരുന്നു അച്ഛൻ വിജയകുമാർ ഭീഷണിപ്പെടുത്തിയതെന്നായിരുന്നു അർദ്ധന അന്ന് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.